ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെങ്കലയുഗ സംസ്കാരത്തിലെ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. BC 3000-നും BC 1000-നും ഇടയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സംസ്കാരത്തെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം സിന്ധു നദീതട സംസ്കാരമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും പറയപ്പെടുന്നു. ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നതും എന്തിനെയാണ്? സിന്ധു നദീതട സംസ്കാരത്തെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം ഏതാണ്? അത് മെസപ്പൊട്ടേമിയ സംസ്കാരമാണല്ലേ. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രം സിന്ധുവും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രവിഡരാണ്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം എന്നുള്ള പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷലാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സിന്ധുവും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാണ്? ദ്രവിഡരാണ്. ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി സിന്ധു നദിയാണ്. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നതും സിന്ധു നദീതട സംസ്കാരമാണ്. സിന്ധു നദീതട പ്രദേശം അറിയപ്പെടുന്ന പേര് സപ്ത സൈന്ധവ ദേശം എന്നാണ്. സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങളാണ് പ്രോട്ടോ ആസ്ട്രോലോയിഡ്, മംഗളോയിഡ്, മെഡിറ്ററേനിയൻ, ആൽപിനോയിഡ്. അപ്പോൾ സിന്ധു നദി ഇൻഡസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ സിന്ധു നദീതട സംസ്കാരം വെങ്കലയുഗ സംസ്കാരം എന്നും അറിയപ്പെടുന്നു. സിന്ധു നദീതട സംസ്കാരം സപ്ത സൈന്ധവ ദേശം എന്നും അറിയപ്പെടുന്നു. എന്താണ് സപ്ത സൈന്ധവ ദേശം? സിന്ധുവും അതിൻ്റെ 5 പോഷക നദികളും പിന്നെ ഈ കാലഘട്ടത്തിൽ ഭൂമിക്കടിയിൽ കൂടി ഒഴുകുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന സരസ്വതി നദിയും ചേർത്താണ് സപ്ത സൈന്ധവ ദേശം എന്ന് പറയുന്നത്. സിന്ധു നദീതട നിവാസികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന പ്രദേശമാണ് മെഡിറ്ററേനിയൻ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത നഗരാസൂത്രണവും നഗരവൽക്കരണവുമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ആദ്യ കേന്ദ്രമാണ് ഹാരപ്പ. ഇത് കണ്ടെത്തിയത് പാകിസ്ഥാനിലാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരമെന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തിന് ഹാരപ്പൻ സംസ്കാരം എന്ന പേര് വന്നതെന്ന് മനസ്സിലായല്ലോ. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ മാത്രമല്ല ഹാരപ്പൻ സംസ്കാരം നമ്മുടെ ഇന്ത്യയിലും വ്യാപിച്ചു കിടപ്പുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പരിണാമത്തെ 3 ഘട്ടങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. പൂർവ ഹരപ്പൻ, ഹാരപ്പൻ, പിൽക്കാല ഹാരപ്പൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘട്ടങ്ങളും നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങളാണ് രോഷ്ഡി, ദേസിൽപൂർ, സുർക്കോട്ടഡ. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ചാൾസ് മേഴ്സൺ ആണ്. 1862 സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അതിർത്തികൾ: വടക്ക് മാണ്ഡ, ജമ്മു ആൻഡ് കാശ്മീർ, തെക്ക് ദൈമാബാദ്, മഹാരാഷ്ട്ര, പടിഞ്ഞാറ് സൂത് കാ ജണ്ടോർ, കിഴക്ക് അലങ്കീർപൂർ, ഉത്തർപ്രദേശ്. ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിലെ തലവനാണ് സർ ജോൺ മാർഷൽ. സർ ജോൺ മാർഷലാണ് സിന്ധു നദീ തടാകത്തിന് ആ പേര് നിർദ്ദേശിച്ചതും ഇദ്ദേഹമാണ്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1924 ഈ പ്രഖ്യാപനം നടത്തിയത് സർ ജോൺ മാർഷൽ തന്നെയാണ്. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം കാള. സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയ മൃഗം നായ. സിന്ധു നദീതട ജനതയ്ക്ക് അറിവില്ലാതിരുന്ന മൃഗം
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ വെങ്കലയുഗ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സൈന്ധവ ജനത ഉപയോഗിച്ചിരുന്ന അവർക്കറിയാമായിരുന്ന ലോഹങ്ങൾ ചെമ്പ്, സ്വർണം, വെള്ളി, ആഴ്സനിക്, ഈയം, വെങ്കലം. ഇത്രയും ലോഹത്തെക്കുറിച്ച് സിന്ധു നദീതട ജനതയ്ക്ക് അറിവുണ്ടായിരുന്നു. സിന്ധു നദീതട നിവാസികൾക്ക് ചെമ്പ് കിട്ടിയിരുന്നത് രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്നാണ്. അപ്പോൾ സിന്ധു നദീതട ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പ്, വെള്ളി, സ്വർണം, ഈയം, ആഴ്സനിക്, വെങ്കലം. സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി സിന്ധു നദീതട ജനത നിർമ്മിച്ചിരുന്ന ലോഹക്കൂട്ടാണ് ഇലക്ട്രം. സിന്ധു നദീതട ജനതയ്ക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പ്. ഹാരപ്പൻ ജനതയെ മെസപ്പൊട്ടേമിയക്കാർ വിളിച്ചിരുന്ന പേര് മെലൂഹ. അപ്പോൾ സിന്ധു നദീതട ജനതയ്ക്ക് ചെമ്പ് എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്നാണ്. അവർ സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി നിർമ്മിച്ച ഒരു ലോഹക്കൂട്ടാണ് ഇലക്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർക്ക് അജ്ഞാതമായിരുന്ന ലോഹമാണ് ഇരുമ്പ്. ഹാരപ്പൻ ജനതയെ മെസപ്പൊട്ടേമിയക്കാർ വിളിച്ചിരുന്നത് മെലൂഹ എന്നാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളും അത് ഏതെല്ലാം രാജ്യത്തിലായാണ് വ്യാപിച്ച് കിടന്നിരുന്നത് എന്നുമാണ്. ഹാരപ്പ പാകിസ്ഥാൻ, മോഹൻജൊദാരോ പാകിസ്ഥാൻ, സുത്കാജൻദോർ പാകിസ്ഥാൻ, അലംഗീർപൂർ ഇന്ത്യ, കാലിബംഗൻ ഇന്ത്യ, ബനാവലി ഇന്ത്യ, ലോത്തൽ ഇന്ത്യ, ധോളവീര ഇന്ത്യ, രംഗ്പൂർ ഇന്ത്യ, ഷോർട്ടുഗായ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ വിവിധ രാജ്യങ്ങളിലായിട്ടാണ് ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ച് കിടന്നിരുന്നത്. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളും അവിടെ എന്തെല്ലാമാണ് കണ്ടെത്തിയിട്ടുള്ളത്, അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം ഹാരപ്പ. 1921 ഹാരപ്പയിൽ ഉത്ഖനനം നടന്നത്. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം മോഹൻജൊദാരോ. അത് 1922 ഉത്ഖനനം നടത്തിയത്. സ്വാതന്ത്ര്യത്തിനു ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട സംസ്കാരമാണ് രൂപാർ. നമ്മളിതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ഹാരപ്പയെക്കുറിച്ച് തന്നെയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മോണ്ട്ഗോമറി സഹിവാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ. എവിടെയാണ്? പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മോണ്ട്ഗോമറി, എവിടെയാണ്? സഹിവാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ. ഹാരപ്പയെ ആദ്യമായി ഖനനം ചെയ്ത് കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണ്. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവിയാണ്. രവിയെ പരുഷ്ണി എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പം ഹാരപ്പയെ ആരാണ് ഖനനം ചെയ്ത് കണ്ടെത്തിയത്? ദയാറാം സാഹ്നിയാണ്. ഹാരപ്പൻ നിലനിന്നിരുന്ന നദീതീരം രവിയാണ്. രവിയെ പാരുഷ്ണി എന്നും അറിയപ്പെട്ടിരുന്നു. സിന്ധു നദീതട കാലത്തുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഭൂമിക്കടിയിലായി കാണുന്നുവെന്ന് കരുതപ്പെടുന്നതുമായ നദിയാണ് സരസ്വതി. ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പരാമർശിക്കപ്പെടുന്നത് ഹാരപ്പയെയാണ്. ചെമ്പ് നിർമ്മിതിക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശമാണ് ഹാരപ്പ. ശിവലിംഗാരാധനയെക്കുറിച്ച് ആദ്യ തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ്. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങളാണ് ഗോതമ്പും ബാർലിയും. സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ്. ഹാരപ്പൻ ജനതയുടെ എഴുത്തുലിപിയാണ് ചിത്രലിപി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ശിവലിംഗാരാധനയെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ്. അവരുടെ പ്രധാന ഭക്ഷ്യധാന്യമാണ് ഗോതമ്പും ബാർലിയും. അവർ മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവും ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവരുടെ എഴുത്ത് ലിപിയാണ് ചിത്രലിപി. ഹാരപ്പൻ എഴുത്തു വിദ്യ അറിയപ്പെടുന്നത് ബോസ്ട്രോഫിഡൻ
എന്നാണ്. അവരുടെ എഴുത്ത് ലിപി എന്തെന്നാണ് അറിയപ്പെടുന്നത്? എഴുത്ത് ലിപി ചിത്രലിപി എന്നും എഴുത്ത് വിദ്യ ബോസ്ട്രോഫിഡൻ എന്നുമാണ് അറിയപ്പെടുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൽ ഏറ്റവും സവിശേഷമായത് മനുഷ്യനിർമ്മിത വസ്തുക്കളായ ഹാരപ്പൻ മുദ്രകളാണ്. വെണ്ണക്കല്ലുകളാൽ നിർമ്മിതമായ ഇത്തരം മുദ്രകളിൽ മൃഗങ്ങളുടെ ചിത്രങ്ങളും ഇതുവരെയും വായിച്ചെടുക്കാൻ കഴിയാത്ത ചില ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാരപ്പക്കാരുടെ ലിപി ഇതുവരെയും ആർക്കും മുഴുവനായിട്ടും വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മെസപ്പൊട്ടേമിയക്കാരുടെയും ഈജിപ്ഷ്യൻ ജനതയുടെയും ലിപികൾ അത് വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹരപ്പൻകാരുടേത് വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മൃഗങ്ങളുടെ അസ്ഥികൾ കന്നുകാലികൾ, ചെമ്മരിയാട്, ആട്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ അസ്ഥികൾ ഉൾപ്പെടുന്നു. വന്യജീവികളായ കാട്ടുപന്നി, മാൻ, ചീങ്കണ്ണി എന്നിവയുടെ അസ്ഥികളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മിക്ക ഹാരപ്പൻ കേന്ദ്രങ്ങളും ഭാഗികമായി വരണ്ട ഭൂമിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അവിടുത്തെ കൃഷിക്ക് ജലസേചനം അനിവാര്യമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് ഗായയിൽ നിന്നും കനാലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പോൾ സിന്ധു നദി സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ഹാരപ്പയെക്കുറിച്ച്. ഇനിയും 2-3 കേന്ദ്രങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും.